താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. ദേശം വല്ലംകടവ് റോഡിലെ ശ്രീമൂലനഗരം വാര്യാട്ട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് മുൻവശത്തെ കൊടുംവളവിൽ തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ നടപടി. അൻവർ സാദത്ത് MLA-യും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ദേശം വല്ലംകടവ് റോഡിലെ ശ്രീമൂലനഗരം വാര്യാട്ട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് മുൻവശത്തെ കൊടുംവളവിൽ തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ നടപടി. അൻവർ സാദത്ത് MLA-യും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. പ്രദേശത്തെ റെസിഡൻസ് അസോസിയേഷൻ കൂട്ടായ്മയായ ഡിഫ്ര ശ്രീമൂലനഗരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിന്റെ തുടർച്ചയായാണ് സന്ദർശനം നടന്നത്. ഈ റോഡിന്റെ അതിന് കാരണങ്ങളുണ്ടാകും. അയാൾ പറയുന്ന കാരണങ്ങൾ അതോറിറ്റി പൈസ അടയ്ക്കാനായിട്ട് ലാൻഡ് അക്വിസിഷൻ മറ്റുള്ള നടപടിയിലേക്ക് പോകുമ്പോൾ അതിന് ഡ്രോയിങ് വർക്ക്സ് എല്ലാം ചെയ്യുന്നത്. നമുക്ക് അടിയന്തരമായി ഇപ്പോൾ ഇവർ പറഞ്ഞോട്ട് ഈ അപകടം ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യാം? നാട്ടുകാർ പറഞ്ഞപ്പോൾ റോഡിൽ ചെറിയ ഇഷ്യൂസ് ഉണ്ട്, കുഴികളും കാര്യങ്ങളും, അത് ഒരു കോൺട്രാക്ടറോട് ചെയ്യിപ്പിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ അലൈൻമെന്റിന്റെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. നമ്മളിപ്പോൾ ഞാനതിനകത്ത് തന്നെ സാറ് ലെറ്റർ തന്നാൽ മതി, ഇതേമാതിരി ഇഷ്യൂ പറഞ്ഞിട്ട് നമ്മൾ ഡിസൈനിങ്ങിന് കൊടുത്തിട്ട് ഒരു അലൈൻമെന്റ് വാങ്ങിക്കുക. അവർ സർവേ നടത്തിട്ട് നാളെ തന്നെ ഇപ്പോൾ എക്സ് കൂടി ഉള്ളതുകൊണ്ട് എക്സ് അവിടെ വരാൻ പറഞ്ഞു. വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കാനായി റോഡിൽ ബ്രേക്കറുകൾ സ്ഥാപിക്കും. ഡ്രൈവർമാർക്ക് മുന്നറിയിപ്പ് നൽകുന്ന സിഗ്നൽ ബോർഡുകളും ഉടൻ സ്ഥാപിക്കാൻ തീരുമാനിച്ചു. റോഡിന്റെ അലൈൻമെന്റ് പരിശോധിച്ച് വളവ് നിവർത്തുന്നതിനും അതുവഴി യാത്ര സുഗമമാക്കുന്നതിനും MLA നിർദ്ദേശം നൽകി. നിലവിലുള്ള പാലം വീതി കൂട്ടി റോഡ് നേരെയാക്കാനുള്ള സാധ്യതകൾ PWD അധികൃതരുമായി ചർച്ച ചെയ്ത് നടപ്പിലാക്കും. റോഡിലെ കുഴികൾ ഉടൻ നികത്തി സഞ്ചാരയോഗ്യമാക്കുമെന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി. ആലുവ PWD റോഡ് വിഭാഗം AXC സിനോജ്, AE, നാഷണൽ ഹൈവേ അതോറിറ്റി പ്രതിനിധികൾ എന്നിവർ സന്ദർശനത്തിൽ പങ്കെടുത്തു. ജനപ്രതിനിധികളായ പ്രിൻസി ഡേവിസ്, സെബാസ്റ്റ്യൻ പോൾ, MC രഘു, ഡാർലി ജിമോൻ, നൌഷാദ്, ലിൻഡോ P. ആൻഡു, പ്രിയ ജോബി, മുരളി പുത്തൻവേലി, KC മാർട്ടിൻ, ശ്രീകുമാർ ഗിരിജ തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഡിഫ്ര പ്രതിനിധികളും ഒപ്പമുണ്ടായി. നമ്മുടെ ഈ തട്ടാമ്പടിയിലെ ഈ വളവ് ഒരു അപകടമായി മാറിയിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും റെസിഡൻസും അതുപോലെ തന്നെ നമ്മുടെ ജനപ്രതിനിധികളൊക്കെ ഒരുമിച്ച് യോഗം കൂടിയിരുന്നു. ആ യോഗം കൂടിയപ്പോൾ ബന്ധപ്പെട്ട PWD ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവന്ന് അത് കാണിക്കുകയും അത് രണ്ട് രീതിയിൽ, ഒന്ന് ഷോർട്ട് ടൈമായിട്ട് പെട്ടെന്ന് എടുക്കേണ്ട തീരുമാനം, പിന്നീട് ഇതിൻ്റെ വളവ് നീട്ടി പുതിയ അലൈൻമെൻറ്റ് കൊണ്ടുവന്ന് സ്ഥലം ഏറ്റെടുത്ത് ചെയ്യാനുള്ള സംവിധാനത്തിൻ്റെ കാര്യങ്ങൾ ആലോചിക്കാമെന്ന് പറയും. അതിൻ്റെ അനുസരിച്ചാണ് ബന്ധപ്പെട്ട ഇത് റോഡ് NH-ൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ് ഇപ്പോൾ നോക്കുന്നത്. അവരും പിന്നെ PWD ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ സ്ഥലം സന്ദർശിച്ചു. അതിപ്പോൾ തീരുമാനമായിരിക്കുന്നു വെച്ചാൽ, ഒന്ന് നമുക്ക് അടിയന്തരമായി ചെയ്യേണ്ടത് അവിടെ ഈ വണ്ടി സ്പീഡിൽ വരുന്ന വാഹനങ്ങൾ സ്പീഡിൽ പോകാതിരിക്കാൻ വേണ്ടിയുള്ള ചെറിയ സംവിധാനങ്ങൾ അത് അടിയന്തരമായി ചെയ്യാനും, എന്നാൽ MLA എന്നിട്ട് ഞാൻ ഒരു കത്ത് കൊടുത്താൽ അതിൻ്റെ മറ്റ് അലൈൻമെൻറ്റും മറ്റുള്ള കാര്യങ്ങൾ റെഡിയാക്കി ലാൻഡ് അക്വിസിഷൻ വേണമെങ്കിൽ ലാൻഡ് അക്വിസിഷനും ചെയ്യാനും. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം അതിന് വീതി കൂട്ടേണ്ടി വരും, പുതിയ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും. അപ്പോൾ അതിന് പുതിയ ഡിസൈൻ വിങ് PWD ഡിസൈൻ വിങ് കൊടുത്ത് അതിൽ അലൈൻമെൻറ്റ് ഉണ്ടാക്കാനുള്ള തീരുമാനമുള്ളത്. എന്നിട്ട് അതിന് സർക്കാരിൽ നിന്ന് ഫണ്ട് അനുവദിച്ച് നമുക്ക് ഇതിന് ശാശ്വതമായ പരിഹാരം അങ്ങനെ കാണാൻ സാധിക്കുകയുള്ളൂ.